ഹലോ ഗായ്സ്, ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഫ്രീ ഫയർ ആണ് ഗൈസ്. ഫ്രീ ഫയർ. അപ്പോൾ നമ്മൾ ഗെയിമിൽ കയറിയിട്ടുണ്ട്. ഗെയിം അടിപൊളി ഗെയിമാണ്. ഇതാണ് നമ്മുടെ പുതിയ ബണ്ടിലാണ്. നമ്മൾ കഴിഞ്ഞ കളിയിൽ എടുത്തതാണ്. പക്ഷെ കളി നമ്മൾ റെക്കോർഡായില്ല, എന്താണെന്ന് അറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. റെക്കോർഡായില്ല എന്താണെന്ന് വെച്ചാൽ. അങ്ങനെ നമ്മൾ കളിയിൽ കയറിയിട്ടുണ്ട്. ഇടയ്ക്ക് ബഗ്ഗാവാറുണ്ട് കേട്ടോ. എൻ്റെ ഒരു പൊട്ട ഫോണാണ്. ഇടയ്ക്ക് ബഗ്ഗാവാറുണ്ട് ഗൈസ്. ബെർമൂഡ മാപ്പിലാണ് കേട്ടോ നമ്മൾ കളിക്കുന്നത്. പീക്കിൽ നമുക്ക് ഇറങ്ങാം. പീക്കാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് കളിക്കാൻ. ഇവിടുന്ന് ഒറ്റ പോക്കാണ് ഞാൻ അങ്ങോട്ട്. ഇങ്ങനെ ഇത് സ്പീഡ് കൂടും. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ച. പിന്നെ എൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനൊരു പെട്ടെന്ന് 2 ദിവസം കൊണ്ടാണ് ഞാൻ 8 ലെവൽ ഉണ്ടാക്കിയത്. 8 ലെവൽ 2 ദിവസം കൊണ്ട്. അതാണ് കഴിവ്. ഇവിടെ കുറച്ചെണ്ണങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എങ്ങാണ്ട് കാണണം. നിക്കടേ, എല്ലാ എണ്ണത്തിനും ഞാൻ ഒന്ന് ശരിയായി തരാം. നിക്കടേ അവിടെ. ഇവിടെയൊക്കെ കാണും. മറ്റേ വീഡിയോയിൽ കണ്ടതല്ലേ നിങ്ങൾ. ഇതിപ്പോൾ ഞാൻ മേടിച്ച പുതിയ ബണ്ടിലാണ്. സീനല്ലേ. ബണ്ടിൽ ഇഷ്ടമായവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് കമൻ്റൊക്കെ കുറഞ്ഞു വരുന്നു എന്നാണ് തോന്നുന്നത്. ഈ ചുറ്റുമുള്ള സംഭവങ്ങൾ നിരീക്ഷിച്ച് ഞാൻ ചിലപ്പോൾ തോക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട ഞാൻ ജയിക്കുമെന്ന്. കാരണം ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. 2 ദിവസത്തിൽ 8 ലെവലേ ആയിട്ടുള്ളൂ. 8 ലെവലിൽ ചുമ്മാ ഞാൻ ഇന്ന് കളിക്കുകയാണ്. എനിക്ക് 9ാമത്തെ ലെവൽ അടിച്ചാൽ ഭാഗ്യം എന്നാണ് ഞാൻ കരുതുന്നത്. വെറുതെ നമ്മളിങ്ങനെ കളിക്കാൻ നേരത്ത് നിന്ന് കളിക്കുന്നതേ ഉള്ളൂ. ആരത്? ഏതവനാടാ അത്? അയ്യോ, കൂട്ടക്കളി കളിക്കുന്നോടാ. കൂട്ടക്കളി കളിക്കുന്നു. വാഴ മൊത്തത്തിൽ കൂട്ടക്കളിയായിപ്പോയല്ലോ. ഭയങ്കര കൂട്ടക്കളി. അയ്യോ, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് ബഗ് ആവാറുണ്ട്, അതുകൊണ്ടാണ്. നമ്മൾ ഹെൽത്തൊക്കെ ഫുള്ളാക്കിയിട്ടുണ്ട്. അവന്മാരെ ഞാൻ അന്ന് തീർക്കും എല്ലാത്തിനെയും. അവന്മാർ ഭയങ്കര സീനാണ്. റിയൽ പ്ലേയേഴ്സ് കാരണമാണ്. ഫേക്ക് പ്ലേയേഴ്സ് ആയിരുന്നു മുമ്പൊക്കെ കളിക്കാൻ. ഫേക്ക് പ്ലേയേഴ്സ് ആണെങ്കിൽ പിന്നെ ഉണ്ട്. കുതിര ഫേക്ക് പ്ലേയേഴ്സ്. എൻ്റെ പൊന്നോ, എന്നെക്കൊണ്ട് വയ്യ. അവന്മാർക്ക് എന്തരാ വെറുതെ ഓരോന്ന് ഇറങ്ങി വന്നോളും. എനിക്ക് റിയൽ പ്ലേയേഴ്സ് കൂട്ടക്കളി കളിക്കുന്നോടാ. കൂട്ടക്കളി അങ്ങനെ ഒരു കില്ലെടുത്ത് എങ്ങനെയൊക്കെയോ. പിന്നെ നമ്മളൊക്കെ അത്രയ്ക്ക് പ്രോയൊന്നും അല്ല കേട്ടോ. ഷോയർക്കാന്ന് വിചാരിക്കണ്ട, ജസ്റ്റ് ഒരു എഡിറ്റ് അത്രയും വിചാരിച്ചാൽ മതി. ഇപ്പോൾ നടന്നത് പിന്നെ കുറച്ചേ ഇവിടെ ഇവന്മാർ കൂട്ടക്കളിയാണ്. ഭയങ്കര കൂട്ടക്കളി. എൻ്റെ പൊന്നെ, എനിക്ക് ബഗ്ഗടിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഇവന്മാരെന്താ ഇത്രയും കൂട്ടക്കളി കളിക്കുന്നത്? ഞാൻ ഇവനെ പുറകെ ചെന്ന് പിടിക്കും. അല്ല, അമ്മാതിരി കൂട്ടക്കളിയല്ലേ ഇവന്മാർ കളിക്കുന്നത്. കൂട്ടക്കളിയൊക്കെ അങ്ങോട്ട് മാറിയിരിക്കും, അപ്പോൾ വരുമായിരിക്കും. ഇവിടെ ഒറ്റയടിക്കാൻ തിരിച്ചങ്ങ് വന്ന കേട്ടാ അവൻ. നല്ല കണ്ണ് കിട്ടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇത്ര നല്ല കളി. ചത്ത് നിന്നെ പുറകെ വന്ന് വെച്ച് പിടിക്കാൻ ഞാൻ. എനിക്കിപ്പോൾ സ്കില്ലൊന്നും അൺലോക്ക് ആയിട്ടില്ലെന്നേ ഉള്ളൂ. എനിക്ക് സ്കില്ല് വന്നാൽ നീയൊക്കെ പെട്ട്. ഇതൊക്കെ എന്ത് തന്നെ ഓപ്പണായൊക്കെ വന്ന് പിങ്ങണ്ടാ. പിങ്ങടിക്കാണ്. എന്തുപാടേ ഇത് പെട്ടെന്ന് അവിടെ അങ്ങനെ ട്രിപ്പിൾ ടെക്ക് ഡൗൺ അടിച്ചിരിക്കുകയാണ്.
എന്തൊക്കെ കാണണോ എന്തോ ഈ കൊച്ചു കേരളത്തിൽ. ഈ ഞാൻ കുറച്ചെൻ്റെ ഹെൽത്തൊന്നും ഇതാക്കണമല്ലോ. അയ്യോ ഇവനൊക്കെ ക്വാർട്ടർ അറ്റാക്ക് ഡൗണോ? വാട്ട് വാസ് ദാറ്റ്? അടുത്തവൻ. നിറച്ചുണ്ടല്ലോ ശിവന്. ചത്ത്. ഇതെന്ത് തേങ്ങയാടേ ഇത്? കുറേ ഇതായി. ഇത് ഞാൻ ദേ അടുത്തവൻ. ലെജൻഡറിയോ? വാട്ട് ലെജൻഡറി ബ്രോ? ഐ എം നോട്ട് ലെജൻഡറി. ഇത് കൂട്ടക്കളി തന്നെ, കൂട്ടക്കളി. ഭയങ്കര കൂട്ടക്കളിയാവന്മാർ. എന്ത് കൂട്ടക്കളിയാടെ ഇവന്മാർ? എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഈ കൂട്ടക്കളി കളിക്കുന്നത്. എനിക്കിഷ്ടമേ ഇല്ല. അതാണ് ഈ പ്രശ്നമൊന്നും. ഈ കൂട്ടക്കളിയൊക്കെ ഇടക്ക് വെച്ച് മര്യാദക്ക് കളിക്കുന്ന എൻ്റെയൊക്കെ മൂടും കളയാനായിട്ട്. ഒന്നാമത്തെ കാര്യം എനിക്ക് കളിക്കാൻ അറിയില്ല. വെറുതെ എന്തിനാ മനുഷ്യനെ മടുപ്പിക്കുന്നത്? പിന്നെ ഈ ക്യാപ് കട്ടിൽ എഡിറ്റ് ചെയ്യാൻ കുറച്ച് പാടാണെന്നേ. എന്ത് കഷ്ടമാണെന്ന് പറ. ഈ ഫേക്ക് പ്ലേയേഴ്സ് ആണെങ്കിൽ പിന്നെ ഉണ്ട് ഭയങ്കര സിമ്പിൾ അടിച്ചിടാൻ. ഇത് ഈ റിയൽ പ്ലേയേഴ്സ് വന്നിട്ട് എന്ത് കാണിക്കാണ്? ഈ റിയൽ പ്ലേയേഴ്സും ഭയങ്കര സീനാണ് കേട്ടോ. എനിക്കിഷ്ടമല്ല. പ്രത്യേകിച്ച് ഈ ബെർമുഡ മാപ്പിൽ എന്തുവാടെ ഇവന്മാർ ഭയങ്കര പ്രോ പ്ലേയേഴ്സാണ്. പോരാ പിടിച്ച് കഴിഞ്ഞാൽ നല്ല പാടാണ്. ജയിച്ചെങ്കിൽ ജയിച്ച്, ചത്തെങ്കിൽ ചത്തെന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. എങ്ങനെയൊക്കെയോ ഈ ഒരു ഇത് ഡയമണ്ട് പൊട്ടിച്ചെടുത്തതാണ്. ഈ ഒരു സ്കോർപ്പിയോൺ എടുക്കാൻ എന്ത് പാടായിരുന്നെന്നറിയാമോ? എൻ്റെ ഫേവറേറ്റ് ബണ്ടിൽ. പക്ഷെ എടുക്കാൻ എന്ത് പാടാണെന്നറിയാമോ? പക്ഷേ ഈ 2 ദിവസത്തിൽ പെട്ട പാടേ. 2 ദിവസം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം എടുത്തത്. പിന്നെ എനിക്ക് കുറ്റം പെടാൻ ഇതൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. പറഞ്ഞിട്ടെന്ത് കാര്യം? നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് കളിച്ചങ്ങ് പോവാം. അല്ലാണ്ട് എന്ത് ചെയ്യാനാണ്? ഇമാർ കൂട്ടക്കളിയാണ്. ഞാൻ എന്ത് തേങ്ങ ചെയ്യാനാണെന്നേ പറഞ്ഞ പോലെ. ഇവിടുന്ന് ഭയങ്കര സീനാണ് കേട്ടോ. പറഞ്ഞിട്ടെന്ത് കാര്യം ഇപ്പം? എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടോ ഗൈസ്? സബ്സ്ക്രൈബ് ചെയ്യുക. അത് അതിൻ്റെ ഇടക്ക് ഇവന്മാരെ കൊണ്ട് തോറ്റല്ലോ ശിവനെ. തോറ്റെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊക്കെ തോറ്റി. ഇവന്മാർ ഭയങ്കര ശല്യമാണ്. ഇതെടുത്തവൻ ഇത് തല്ലിക്കൊല്ലടാ. കൂട്ടക്കളി. അയ്യോ ഹെൽത്തില്ല. കൂട്ടക്കളിയാണ്. കൂട്ടക്കളി അമ്മച്ചി. അയ്യോ അടിക്കുന്നത്. കണ്ട എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. ഇവനെ ഞാൻ വെറുതെ വിടില്ല. ചത്ത്. അങ്ങനെ നീ അങ്ങ് പോകണ്ട കേട്ടാ. അവിടെ കിട നീ. അല്ല പിന്നെ നമ്മളാരാ മോൻ? നമ്മളെ സീനാന്ന്. ദേ ഒരുത്തൻ. എൻ്റെ അമ്മ ഇതെന്ത് കൂട്ടക്കളിയാടാ ഇവന്മാർ. ഭയങ്കര കൂട്ടക്കളിയായിപ്പോ കേട്ടോ. എൻ്റെ ഇടക്ക് പിങ്ങടിക്കുന്നടാ. ഭയങ്കര പിങ്ങടിക്കുന്നു. ഇടയ്ക്കുള്ള പ്രശ്നമാണ്. ഭയങ്കര പിങ്ങടിക്കലാന്നേ. എന്ത് കഷ്ടമാണെന്ന് പറ. പിങ്ങടിക്കലും തേങ്ങയും ഒരു ഹെൽത്തെങ്കിലും ഒന്ന് ഓക്കെ ആക്കട്ടെ. ഇങ്ങനെ റൺ ചെയ്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പണി മാറും. അവിടെ മറ്റേ അടുത്ത വാഴ. എൻ്റെ അമ്മ ഇവനൊക്കെ എന്തറാ വണ്ടാപ്പ് ചെയ്താ ഞാൻ ഒറ്റടി. എൻ്റെ പൊന്നെ ഞാൻ സീനാണെന്ന് പറഞ്ഞു. 2 ദിവസം കൊണ്ട് കളി മാറി. 2 ദിവസം കൊണ്ട് ഇത്രയും നല്ല ബണ്ടിലൊക്കെ മേടിക്കണമെങ്കിൽ എൻ്റെ പവർ എന്നാലോചിച്ച് ഗൈസ്. എല്ലാ ഗെയിമിലും ഉണ്ട് നമ്മുടെ പവർ. നമ്മളെ മൈൻക്രാഫ്റ്റ് ബെറ്ററാണ്. മൈൻക്രാഫ്റ്റിൽ ബെഡ് വാർസി ബെറ്ററാണ്. ആൻഡ് ഓൾസോ ബെറ്റർ ഇൻ ഓൾ ഗെയിംസ് എന്ന് പറയാൻ പറ്റില്ല. റോബ്ലോക്സിലെ ചില ഗെയിംസിൽ ആദ്യമൊക്കെ ഞാൻ വളരെ പൊട്ടയായിരുന്നു. പ്രത്യേകിച്ച് ഗൺ ഫൈറ്റ് എരീന റോബ്ലോക്സിലെ അങ്ങനത്തെ കുറച്ച് ഗെയിംസിലേക്ക്. പിന്നെ അത് റൈവൽസൊക്കെ കളിച്ച് ശീലമായതുകൊണ്ടായിരുന്നു എനിക്ക് ഫ്രീ ഫയറിൽ ഇത്രയും നന്നായിട്ട് കളിക്കാനൊക്കെ പറ്റുന്നത്. പിന്നെ നമ്മൾ ഇത് കളിച്ചുകൊണ്ട് പറയുകയല്ല, നമ്മൾ ഈ ക്യാപ് കട്ടിൽ തന്നെ വോയിസ് ഓവർ ചെയ്യുകയാണ്. അതുകൊണ്ട് ലാസ്റ്റ് ക്യാപ് കട്ടിൻ്റെ ഐക്കണൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് തന്നെ സംഭവം. അപ്പോൾ
ഈ ബണ്ടിലിൻ്റെ കാര്യം വെയിറ്റ്, നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ചെയ്തുകൊണ്ടാവണം എനിക്ക് കൂടുതലായിട്ടും ഇങ്ങനെ കില്ലെടുക്കാൻ പറ്റുന്നത്. ലൈക്ക് ചെയ്തുകൊണ്ടായിരിക്കണം, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക്. ലൈക്ക് ചെയ്യാം, ചെയ്യാത്തവരിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ കില്ലെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓ ദൈവത്തെ മച്ചി, എടി എവിടുന്നാണ് നീയൊക്കെ കയറി തന്നെ? ഓ അവിടുന്ന് അടിച്ചിട്ടാ. ബൂയ 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 അടിച്ചടാ ബൂയ. പിന്നല്ല നമ്മളാരാ, നമ്മൾ സീനാടാ, നമ്മൾ സീനാണ് ബ്രോ, സീൻ നമ്മളൊക്കെ സീനാണ് കേട്ടാ. കണ്ടാടേ 12 കില്ലടാ, 12. ഞാൻ ഏറ്റവും കൂടുതൽ കില്ലെടുത്ത് ഇപ്പോഴാണ്. അങ്ങനെ നമുക്ക് ഫ്രീ ഫയർ അവസാനിപ്പിക്കാറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെന്നാ ഈ ഫ്രീ ഫയറിൻ്റെ സംഭവം കൊണ്ട് അവസാനിപ്പിച്ചേക്കാം. അപ്പോൾ ബൈ.